സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സ് ഇന്ന് OP ബഹിഷ്കരിക്കും. ലേബർ റൂം, തീവ്ര പരിചരണ വിഭാഗം, അടിയന്തര ശസ്ത്രക്രിയകൾ ഒഴികെയുള്ള മുഴുവൻ ഡ്യൂട്ടിയിൽ നിന്നും ഡോക്ടേഴ്സ് വിട്ടുനിൽക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശമ്പള കുടിശ്ശിക ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉയർത്തിയാണ് അവരുടെ പ്രതിഷേധം. ഉമേഷ് ബാലകൃഷ്ണൻ വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത്. ഉമേഷ്, യഥാർത്ഥത്തിൽ സാധാരണ രോഗികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുമോ ഈ ഒരു OP ബഹിഷ്കരണം കൊണ്ട്? സ്വാഭാവികമായി OP ബഹിഷ്കരണം സാധാരണ രോഗികളെ തന്നെയാണ് ബാധിക്കുന്നത്. എന്തായാലും OP പൂർണ്ണമായി തടസ്സപ്പെടില്ല. കാരണം OPയിൽ ഡോക്ടർമാരാണ്, അതായത് KGMCTക്ക് കീഴിലുള്ള ഡോക്ടർമാരാണ് ഇന്ന് OP ബഹിഷ്കരിക്കുന്നത്. അതേസമയം സീനിയർ റെസിഡൻസും ഒപ്പം PG ഡോക്ടർമാരും ഇന്ന് OPയിൽ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ OPയുടെ പ്രവർത്തനം നടക്കും. പക്ഷേ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട, പ്രധാനപ്പെട്ട തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകേണ്ടത് ഡോക്ടർമാരാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കാൻ സാധ്യതയില്ല. ഇന്ന് വരുന്ന രോഗികൾക്ക് അവരുടെ മറ്റൊരു ഡേറ്റ് ഇട്ട് നൽകി മുന്നോട്ട് പോകാനാണ് സാധ്യത. എന്തായാലും അവർ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ആരംഭിച്ചിരുന്നു. പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങളാണ്. ഒന്ന്, ശമ്പള കുടിശ്ശിക അനുവദിക്കുക. 2, നിരന്തരമുള്ള ഡോക്ടർമാരുടെ ട്രാൻസ്ഫർ അത് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി അധ്യാപനം, അതായത് മെഡിക്കൽ കോളേജുകളിലെ ക്ലാസുകൾ ബഹിഷ്കരിച്ച് സമരം നടത്തിയിരുന്നു. പക്ഷേ ഒരു തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് മുതൽ OP ബഹിഷ്കരണ സമരം ആരംഭിക്കുന്നത്. ഇന്ന് ആദ്യ OP ബഹിഷ്കരണമാണ്. രണ്ടാമത്തെ OP ബഹിഷ്കരണം ഒക്ടോബർ 28 ചൊവ്വാഴ്ച നടക്കും. മൂന്നാമത്തെ OP ബഹിഷ്കരണം നവംബർ 5 ബുധനാഴ്ച നടക്കും. അതിനുശേഷം നവംബർ 13 വ്യാഴാഴ്ചയും നവംബർ 21 വെള്ളിയാഴ്ചയും നവംബർ 29 ശനിയാഴ്ചയുമാണ് ഈ OP ബഹിഷ്കരണം നടക്കുക. അതുവരെ മറ്റ് തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ തുടർ നടപടികൾ, തുടർ സമര രീതികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ KGMCTയെ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും KGMCTയെ മെഡിക്കൽ കോളേജിൽ, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രാവിലെ മുതൽ തന്നെ രോഗികൾ വലിയ രീതിയിൽ എത്തുന്നുമുണ്ട്. എന്തായാലും അവിടെ ഒരു KGMCTയുടെ സമര പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അതിൽ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് താഴെ ഒരു ക്ഷമാപണവും കൂടി ഖേദിക്കുന്നു. അതായത് പൊതുജനങ്ങൾക്ക് ഇതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ ഞങ്ങൾ ഖേദിക്കുന്നു, സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ ഒരു അഭ്യർത്ഥന, ഒരു ഫ്ലെക്സ് കൂടി വെച്ചിട്ടുണ്ട്. സാധാരണ ഇത്തരത്തിൽ ഡോക്ടർമാരുടെ സമരം വരുമ്പോൾ പൊതുജനങ്ങളുടെ ഈ ഒരു വിഷമങ്ങളും മറ്റുമൊന്നും ഡോക്ടർമാർ കൺസേൺ ചെയ്യാത്ത സാഹചര്യമാണ്. പക്ഷേ എന്തായാലും ഇതൊരു അത്തരത്തിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിൽ ഖേദിക്കുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം മാസങ്ങളോളം ഇരുന്നിട്ടായിരിക്കും ഒരു ദിവസം ഇവർക്ക് ഈ ഡേറ്റ് അനുവദിച്ച് കിട്ടുക. ആ ഡേറ്റ് അനുവദിച്ച് കിട്ടുമ്പോഴാണ് ഇത്തരത്തിൽ സമരവുമായി പ്രധാനപ്പെട്ട ഡോക്ടർ, ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഡോക്ടറായിരിക്കും ആ ഡോക്ടർ, ഒരു ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ചുമതല ഉണ്ടാവുക. ആ ഡോക്ടർ, അത്തരത്തിൽ ഡോക്ടർമാർ OPയിൽ നിന്ന് മാറി നിൽക്കുന്നതോടുകൂടി പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, രോഗിയുടെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട തുടർ തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ന് കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.